പഠനത്തിൽ മികച്ച കഴിവുണ്ടായിട്ടും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 3 കോടി രൂപയുടെ ഫിഹിരിയ ലീഡേഴ്സ് സ്കോളർഷിപ്പ് അനുവദിച്ച് ഡക്സ്ഫോർഡ് ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ. വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. ലോകത്ത് ആദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ഫാത്തിമ അൽ ഫഹരി അവളുടെ പേരിൽ ഡക്സ്ഫോർഡ് എഡ്യു പാർക്ക് 3 കോടി രൂപയുടെ സ്കോളർഷിപ്പ് പ്രഖ്യാപിക്കുകയാണ്. അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമ്മളിവിടെ വന്നതാണ്. ICT ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരത്തോടു കൂടെ മലബാറിലെ ഒരു നല്ല സംരംഭം എന്ന രീതിയിൽ തുടക്കം കുറിച്ച ഒരു ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂളാണ് ഡക്സ്ഫോർഡ് ഇൻ്റർനാഷണൽ ബിസിനസ് സ്കൂൾ ഡിപ്സ്. 2024-25 അധ്യയന വർഷത്തേക്ക് അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് 3 കോടി രൂപയുടെ സ്കോളർഷിപ്പാണ് മാനേജ്മെൻറ്റ് പ്രഖ്യാപിക്കുന്നത്. അതിൽ SC/ST, ഓർഫൻസ്, സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുകയും എന്നാൽ പഠന മികവ് കാണിക്കുകയും ചെയ്യുന്ന കുട്ടികളെ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ഡിഗ്രി മാർക്സും അതേപോലെ തന്നെ സ്ഥാപനം നടത്തുന്ന ഒരു പ്രവേശന പരീക്ഷയും സ്കോളർഷിപ്പ് ടെസ്റ്റിലൂടെയും ഏറ്റവും മികവ് കാണിക്കുന്ന കുട്ടികളെയാണ് അതിന് പ്രത്യേക പരിഗണന നൽകുന്നത്. അതേപോലെ ഫിസിക്കലി ചലഞ്ചഡായ കുട്ടികളെ ഇതിൽ പ്രത്യേകം പരിഗണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന് ഇങ്ങനെ സ്കോളർഷിപ്പിന് പേരിടാനുണ്ടായ സാഹചര്യം ഒരുപക്ഷെ മലബാറിൻ്റെയൊക്കെ ഈ പുതിയ കുതിപ്പിന് ആധാരമായത് സ്ത്രീ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസ രംഗത്തേക്ക് വനിതകൾ സമീപകാലത്ത് താല്പര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും ബിസിനസ് സംരംഭങ്ങളിൽ ഒന്നുകൂടെ പ്രൊമോട്ട് ചെയ്യണമെന്നുള്ള മാനേജ്മെൻറ്റിൻ്റെയും ഞങ്ങളുടെ അക്കാദമിക് ടീമിൻ്റെയും താല്പര്യപ്രകാരമാണ് ഇങ്ങനെ ഫാത്തിമ ഫിഹിരി ഒരുപക്ഷെ 800-ൽ ജനിക്കുകയും 878-80-ൽ മരണപ്പെടുകയും ചെയ്ത ലോകത്ത് ആദ്യമായി യൂണിവേഴ്സിറ്റി സ്ഥാപിച്ച ഒരു ചരിത്ര വനിതയുടെ പേരിൽ ഈ ഒരു സ്കോളർഷിപ്പ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് അടിസ്ഥാനത്തിലാണ്. ഫാത്തിമ ഫിഹിരി ചരിത്രത്തിൽ ഇടം തേടണം, അറിയാതെ പോകുന്നവർക്ക് ഒരു സ്ത്രീ ശാക്തീകരണ വിമൺ എംപവർമെൻറ്റിന് ഏറെ സഹായകമാകുന്ന ഒരു ടാഗ് ലൈൻ ആകും ഇത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.